രാക്ഷസന്മാരുടെ രീതിക്കുള്ള പോരാട്ടം സെർബോണും വെജിറ്റയും തമ്മിൽ നടത്തുമ്പോൾ ജീവൻ തുലാസിൽ പിടിച്ചുകൊണ്ട് ഡണ്ടയും കൂട്ടി ക്രില്ലിയൻ എൽഡർ ഗുരുവിനടുത്തേക്ക് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും വെജിറ്റ അടിച്ച് തരിപ്പണമാക്കി സെർബോൺ അവിടെ നിന്ന് തിരികെ മടങ്ങുമ്പോൾ മരണമടയാത്ത വെജിറ്റ തിരികെ കയറി വരുന്നതും നിന്നെ എന്റെ കൈകൊണ്ട് കൊല്ലുവിടായി എന്നും പറഞ്ഞ് സെർബോണെ വെല്ലുവിളിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബൈ കേരള സ്റ്റോറി എക്സ്പ്ലൈനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമുക്കിയൻ സാഗയുടെ 8ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. അങ്ങനെ വളരെ നേരമായുള്ള ആകാശയാത്രയ്ക്കൊടുവിൽ ഡണ്ടെ പറഞ്ഞു കൊടുത്തത് പ്രകാരം ക്രില്യൻ ഗ്രാൻഡ് എൽഡർ വസിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുകയാണ്. സുരക്ഷകളൊന്നും തന്നെ ഒരുക്കാത്തതായിട്ടുള്ളതാണെങ്കിലും ഗ്രാൻഡ് എൽഡറിന്റെ അതിമനോഹരമായ വാസസ്ഥലം കണ്ട് ക്രില്യൻ വാവിളിർന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ആ വാസസ്ഥലത്തിന്റെ വാതിൽ വിചിത്രമായ രീതിയിൽ ശബ്ദത്തോടുകൂടി തുറക്കപ്പെടുകയും അതിനുള്ളിൽ നിന്നും പച്ച നിറത്തിലുള്ള മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ച ഒരു നമിക്കേനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അയാളെ കാണുന്ന ഡണ്ടെ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി നെയിൽസാൻ അങ്ങ് ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായും അറിയാം, എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു പറഞ്ഞ് ഉറക്കെ അലറുകയാണ്. നെയിൽ എന്ന പേരുള്ള നമിക്കനെ കാണുന്ന ക്രില്യൻ ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായി നിന്നു പോവുകയാണ്. കാരണം നെയിൽ എന്ന നമിക്കനെ കാണാൻ പിക്കലോ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയുണ്ട്. അവരെ കാണുന്ന നെയിൽ വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വരുമെന്ന് ഗ്രാൻഡ് എൽഡറിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ ഗ്രഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ആപത്തുകളെ കുറിച്ചെല്ലാം ഗ്രാൻഡ് എൽഡറിന് നല്ല ബോധ്യമുണ്ട്. അതെല്ലാം നൈൽ പറയുന്നത് കേൾക്കുന്ന ഡണ്ടെ ഓടി വരികയും അപ്പോൾ ഇവിടെ നടക്കുന്ന ക്രൂരതകളെല്ലാം അദ്ദേഹം കണ്ടിരുന്നോ എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ക്രില്യനും സന്തോഷത്തോടെ കൂടി അതെന്തായാലും നന്നായി, ഇനി എല്ലാ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അത് കേൾക്കുന്ന നെയിൽ നിങ്ങൾ രണ്ടുപേരും കയറി വരൂ, ഗ്രാൻഡ് എൽഡർ നിങ്ങൾ രണ്ടുപേരും കാണാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് എന്നും പറഞ്ഞ് അവരെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ അതെല്ലാം കേൾക്കുന്ന ഡണ്ടെ ഞെട്ടിത്തിരിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ആപത്തുകളെല്ലാം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിക്കാതെ അദ്ദേഹം എന്തിനാണ് ഇവിടെ തന്നെ വസിക്കുന്നതെന്ന് നെയിലിനോട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന നെയിൽ ഒരു സങ്കടത്തോടുകൂടി പറയുകയാണ്, ഗ്രാൻഡ് എൽഡറിന്റെ ആയുഷ്കാലം ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി അധികം നാൾ ജീവിച്ചിരിക്കുവാനാവുകയില്ല. അദ്ദേഹത്തിന്റെ അന്ത്യകാലത്ത് ഇവിടെ തന്നെ ജീവിക്കണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത്. നെയിൽ അവരെ വിളിച്ചുകൊണ്ട് വാസസ്ഥലത്തിനകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് കയറി നടന്നു വന്ന് നെയിലിനെ നോക്കി ക്രില്യൻ ഇവന്റെ കീ സെൻസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവൻ അപാരമായ ശക്തിയുള്ള ഒരുത്തനാണ്, ബാക്കിയുള്ള നമിക്കന്മാരെ പോലെയല്ല. അതേസമയം ഗ്രാൻഡ് എൽഡറിന് മുമ്പിൽ ചെന്ന് തലകുമ്പിട്ടുകൊണ്ട് ഡണ്ടയും സന്ദർശകനും വന്നിട്ടുണ്ടെന്ന് നെയിൽ പറയുകയാണ്. ക്രില്യനെ കാണുന്ന നിമിഷം തന്നെ ഗ്രാൻഡ് എൽഡർ നീ ഭൂമിയിൽ നിന്നും വന്ന അതിഥിയല്ലേ, എന്റെ മകൻ ഡണ്ടയെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി എന്ന് പറയുകയാണ്. അതേസമയം ബഹിരാകാശത്തുകൂടി മിന്നൽ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പറക്കുതളികളിൽ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഗോകു 50 മടങ്ങ് അധികമായുള്ള ഗുരുത്വാകർഷണ ബലത്തിലെ പരിശീലനം കാരണം അവശനായിക്കൊണ്ട് നിലത്തേക്ക് കുടഞ്ഞു പിടിക്കുക, അല്പസമയം എനിക്ക് റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കരയുകയാണ്. എന്നിട്ട് വളരെ സന്തോഷത്തോടെ ഗോകു 50 മടങ്ങ് അധികം ഗ്രാവിറ്റിയിൽ പരിശീലനം ചെയ്തപ്പോഴാണ് എനിക്ക് എന്റെ ശക്തി മുഴുവൻ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ വെജിറ്റയോട് ഫൈറ്റ് ചെയ്യുക എന്നത് എനിക്ക് പൂവ് വരയ്ക്കുന്ന ലാഘവം പോലെ ലളിതമായിരിക്കും എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ഗ്രാൻഡ് എൽഡറിന്റെ ഇരിപ്പിടത്തിന് മുന്നിൽ നിൽക്കുന്ന നെയിലും ഡണ്ടയും ക്രില്യനും ഒരു കടുകുമണി പോലെയാണ് കാണപ്പെട്ടത്. അത്രയേറെ രാക്ഷസന്മാരുടെ വലുപ്പമുണ്ടായിരുന്ന ഗ്രാൻഡ് എൽഡർ ആ ദുഷ്ടന്മാരായ വില്ലന്മാരെ കാരണം എന്റെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ തന്നെ മരിച്ചു പോയിരിക്കുന്നു. അതെന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ശവകുടീരത്തിനുള്ളിൽ അടച്ചതുപോലെയുണ്ട്. അവന്മാരിതെല്ലാം ചെയ്തു കൂട്ടുന്നത് ഡ്രാഗൺ ബോളിന് വേണ്ടിയല്ലേ എന്ന് ക്രില്യനോട് ഗ്രാൻഡ് എൽഡർ തിരക്കുകയാണ്. ഞാനത് ഉണ്ടാക്കിയത് തന്നെ എന്റെ നമിക്കൻ കുട്ടികൾ സുഖസമൃദ്ധമായി ജീവിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ എന്റെ നമിക്കൻ കുട്ടികളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുന്ന ക്രില്യൻ വളരെയധികം ധൈര്യം സമ്പാദിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങയോട് ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ആ ഡ്രാഗൺ ബോൾ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ ദുഷ്ടന്മാരെ കിട്ടാതെ അത് എങ്ങനെയെങ്കിലും സംരക്ഷിച്ചു കൊള്ളാം എന്ന് വാക്കു കൊടുക്കുകയാണ്. നീയോ അതേ ഡ്രാഗൺ ബോളുകൾ തിരക്കിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഗ്രാൻഡ് എൽഡർ ക്രില്യനോട് ചോദിക്കുമ്പോൾ അതെ, പക്ഷേ ഞാൻ എന്റെ മരിച്ചുപോയ സുഹൃത്തുക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് തേടുന്നതെന്ന് ക്രില്യനും പറയുന്നു. അതെല്ലാം കേൾക്കുന്ന ഡണ്ടയും ക്രില്യന് ഡ്രാഗൺ ബോൾ കൊടുക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപയോഗിച്ച് അവന്റെ സുഹൃത്തുക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അവരെ ഉപയോഗിച്ച് നമുക്ക് ഈ ദുഷ്ടന്മാർക്കെതിരെ പോരാടാം എന്ന് ഡണ്ടേ പറയുന്നു. എന്നാൽ അത് കേൾക്കുന്ന ഗ്രാൻഡ് എൽഡർ ക്രില്യനോട് നിനക്ക് ഡ്രാഗൺ ബോളിനെ കുറിച്ച് എങ്ങനെ അറിയാമെന്ന് തിരക്കുകയാണ്. ഞങ്ങൾക്കും ഭൂമിയിൽ ഡ്രാഗൺ ബോളുകൾ ഉണ്ടായിരുന്നു എന്ന് ക്രില്യൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ഗ്രാൻഡ് എൽഡർ അതിശയപ്പെടുകയാണ്. തുടർന്ന് ക്രില്യൻ ഇവിടെ പണ്ട് പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് ഇവിടെ നിന്നും ഒരു കുട്ടിയെ ഭൂമിയിലേക്ക് അയച്ചിരുന്നു. ആ കുട്ടി വളർന്നു വലിയൊരാളായപ്പോൾ ഭൂമിയുടെ സംരക്ഷകനായി മാറുകയും അവൻ ഭൂമിക്ക് വേണ്ടി ഡ്രാഗൺ ബോളുകൾ നിർമ്മിക്കുകയും ചെയ്തു. അത് കേൾക്കുന്ന ഗ്രാൻഡ് എൽഡർ ശരിയാണ്, ഞാനത് ഓർക്കുന്നു, അവൻ കട്ടാസുവിന്റെ മകനാണ്, അവൻ ഭൂമിയിൽ സുരക്ഷിതനായി എത്തിയിരുന്നു അല്ലേ, അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവനൊരു ശ്രേഷ്ഠനായ നമിക്കനായിരുന്നു. അവന് ജന്മനാ ഡ്രാഗൺ ബോളുകൾ നിർമ്മിക്കാനുള്ള സിദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡ്രാഗൺ ബോളുകൾ നിർമ്മിക്കുവാനും അവന് ഭൂമിയെ സംരക്ഷിക്കുവാനും കഴിഞ്ഞത്. പക്ഷെ പെട്ടെന്ന് അത് കേൾക്കുന്ന ക്രില്ലിന് വളരെയധികം സങ്കടം വരികയും ശരിയാണ്, പക്ഷെ ഇപ്പൊ അദ്ദേഹത്തെ എന്റെ വേറെ 4 കൂട്ടുകാരെയും ഇപ്പോൾ ഈ ഗ്രഹത്തിലേക്ക് ഡ്രാഗൺ ബോൾ തേടി വന്നേക്കുന്ന വെജിറ്റ എന്ന പേരുള്ള സയാൻ അവൻ നിഷ്ഠൂരമായി കൊന്നുകളയുകയുണ്ടായി. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഡ്രാഗൺ ബോളുകൾ തിരക്കുന്നതെന്ന് പറയുന്നു. അത് കേൾക്കുന്ന
കേൾക്കുന്ന ഗ്രാൻഡ് എൽഡർ സയാൻമാർ വളരെ ശക്തന്മാരായ വംശക്കാരാണ്. അവനൊരു സൂപ്പർ സയാനായി പരിണമിക്കാനുള്ള കഴിവ് നേടിയിട്ടുണ്ടോ എന്ന് തിരക്കുകയാണ്. സൂപ്പർ സയാനോ, അതെന്താണെന്ന് അതിശയപ്പെട്ട് ക്രില്യൻ ചോദിക്കുമ്പോൾ നീ വന്നെന്റെ അടുത്തേക്ക് നിൽക്കാൻ അദ്ദേഹം പറയുകയാണ്. അതുപ്രകാരം അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന ക്രില്ലിന്റെ തലയിൽ അദ്ദേഹം കൈവെക്കുകയും ഒന്നൊന്നായി ക്രില്ലിന്റെ ഓർമ്മകൾ മുഴുവൻ അദ്ദേഹം വായിച്ചെടുക്കുകയും ചെയ്യുന്നു. ക്രില്ലിന്റെ തലയിൽ കൈവെക്കുന്ന ഗ്രാൻഡ് എൽഡർ ഭൂമിയുടെ ഗാർഡിയനായി മാറുവാൻ വേണ്ടി കാമി അവനുള്ളിലെ ഈവിലിനെ മുഴുവൻ പുറന്തള്ളിക്കൊണ്ട് ഈവിൽ പീക്കിലോയും കാമിയായി രണ്ടുപേരായി മാറുന്നതും പ്യൂർ ഹാർട്ടറായി മാറിയ കാമി ഭൂമിയെ സംരക്ഷിക്കുന്നതുമാണ് കാണുന്നത്. കാമിയുടെ സന്തോഷാത്മകമായ ജീവിതം കണ്ട് ഗ്രാൻഡ് എൽഡറും വളരെയധികം സന്തോഷിക്കുകയാണ്. ശ്രേഷ്ഠമായ ജീവിതം തന്നെയാണ് അവൻ നയിച്ചത്. ഒരിക്കൽ കൂടി അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചാൽ അവൻ ഇനി മരിക്കാതെ ഇരിക്കാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞ് ഗ്രാൻഡ് എൽഡർ വിഷയിക്കുകയാണ്. ക്രില്ലിന്റെ മെമ്മറി മുഴുവൻ വായിച്ച ഗ്രാൻഡ് എൽഡർ അവന്റെ ഉദ്ദേശശക്തിയും ധൈര്യവും പരിഗണിച്ച് ആ ഡ്രാഗൺ ബോൾ ക്രില്ലിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഡ്രാഗൺ ബോൾ ക്രില്ലിനെ കൊടുക്കുന്നുണ്ടെങ്കിലും നിന്റെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് വളരെ വിഷമത്തോടെ ഗ്രാൻഡ് എൽഡർ ക്രില്ലിനോട് പറയുകയാണ്. എനിക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ആയുസ് മിച്ചമുള്ളത്. അതിനുള്ളിൽ ആ വില്ലന്മാർ തട്ടിക്കൊണ്ടുപോയി ഡ്രാഗൺ ബോളുകളെല്ലാം ശേഖരിച്ച് നിനക്ക് ഈ വിഷു നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കുന്നതോടൊപ്പം ഈ ഡ്രാഗൺ ബോൾ അപ്രത്യക്ഷമാകുന്നതാണ് എന്നെല്ലാം വളരെ വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് എൽഡർ മരണവേദനയോടെ ചുമക്കുകയാണ്. അത് കേൾക്കുന്ന ക്രില്ലിൻ വളരെയധികം ധൈര്യം സമ്പാദിച്ചുകൊണ്ട് എനിക്ക് എന്റെ വിഷു നേടിയെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ഉറപ്പായും ഞാനിത് ആ ദുഷ്ടന്മാരെ വെജിറ്റിക്കാൻ മറ്റവനെ കിട്ടാതെ ഇതിന്റെ ജീവൻ കൊടുത്തു ഇത് ഞാൻ സംരക്ഷിക്കുന്നതാണ്. ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഗ്രാൻഡ് എൽഡർ ചിരിക്കുകയും അതെനിക്കറിയാം ക്രില്യൻ, നിനക്കുള്ളിൽ ഒരുപാടധികം ശക്തിയുണ്ട്, പക്ഷെ അത് ഇപ്പോഴും ഉണരുവാൻ നിനക്ക് മനസ്സിലാവുന്നില്ല, നീ എന്റെ അടുത്തേക്ക് വരുമെന്നും പറഞ്ഞ് ഗ്രാൻഡ് എൽഡർ അവന്റെ തലയിൽ കൈവെക്കുകയാണ്. എന്നിട്ട് ക്രില്ലിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ശക്തികൾ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പെട്ടെന്ന് ക്രില്ലിനീട്ടിനും വളരെ വലിയ വെള്ളയൊരു ഓറ വരികയും വളരെയധികം ശക്തി ക്രില്ലിന്റെ വർദ്ധിക്കുകയും ചെയ്യുന്നു. പല മടങ്ങായി ശക്തി വർദ്ധിച്ചു കാണുന്ന ക്രില്ലിൻ വളരെയധികം സന്തോഷം വരികയും ഞാൻ പുതുതായി ജനിച്ചതുപോലെയുണ്ട്, വളരെയധികം നന്ദിയുണ്ട് ഗ്രാൻഡ് എൽഡർ എന്ന് പറഞ്ഞ് ഉറക്കെ അലറിക്കൊണ്ട് ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ക്രില്ലിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ആശയം കടന്നു വരികയും ഗ്രാൻഡ് എൽഡർ നിങ്ങൾക്ക് ഇങ്ങനെ ആരുടെ ഉള്ളിൽ കിടക്കുന്ന ശക്തിയും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ, ചെറിയ കുട്ടികളിൽ പറ്റുമോ എന്ന് തിരക്കുകയാണ്. ഉള്ളിൽ ശക്തി ഒളിഞ്ഞിരിക്കുന്ന ആരുടെയും ശക്തി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഗ്രാൻഡ് എൽഡർ പറഞ്ഞ് ചിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു കുട്ടി സുഹൃത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, നിങ്ങൾക്ക് അവൻ്റെ ഉള്ളിൽ ശക്തി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ക്രില്യൻ ചോദിക്കുന്നു. അതിനെന്താ നീ വേഗം കൊണ്ടുവരൂ, നമ്മുടെ പക്ഷത്ത് ആൾക്കാർ കൂടുന്നത് നമുക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് ഗ്രാൻഡ് എൽഡർ ചിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ക്രില്യൻ നടക്കുമ്പോഴേക്കും ഇനി ഈ ഡ്രാഗൺ ബോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ക്രില്യൻ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗ്രാൻഡ് എൽഡർ അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോളൂ, ഈ രണ്ട് ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ വിധി എഴുതാൻ പോകുന്നത് ഇനി നീയാണെന്നും പറഞ്ഞ് ക്രില്യൻ ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ഡെൻഡെ നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഗുഹാനെ കൂട്ടി വരാമെന്ന് പറഞ്ഞ് ക്രില്യൻ അവിടെ നിന്നും പറന്നു നീങ്ങുന്നു. ശക്തി വർദ്ധിപ്പിച്ച് കിട്ടിയ ക്രില്യൻ മിന്നൽ വേഗത്തിൽ അവിടെ നിന്ന് പുറപ്പെടുകയും എനിക്ക് നിമിഷം കൊണ്ട് ഗുഹാന്റെ അടുത്ത് ചെല്ലുവാൻ സാധിക്കും, ഗുഹാനെയും ശക്തി കൂട്ടണമെന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പറക്കുകയാണ്. അതേസമയം ഓർലൻ എന്ന പേരുള്ള ഫ്രീസറുടെ അടിയാൽ ഡ്രാഗൺ ബോൾ അന്വേഷിച്ച് ആകാശത്തോടെ പറക്കുന്നതിനിടയിൽ ഡ്രാഗൺ ബോളുകൾ തേടി പുതിയൊരു നമക്കിൻ ഗ്രാമത്തിലേക്ക് ചെന്നെത്തുകയും എന്നാൽ അവിടെ കണ്ടൊരു ഞെട്ടിക്കുന്ന കാഴ്ച അവന്റെ മനസ്സിനെ ചഞ്ചലമാക്കുകയും ചെയ്യുന്നു. വളരെ കൊടൂരമായി ആക്രമിക്കപ്പെട്ട് നമക്കിയവാസികളെല്ലാം മരിച്ചു കിടക്കുന്നതും നമക്കിൻ ഗ്രഹങ്ങളെല്ലാം ചിതലമായി കിടക്കുന്നതുമാണ് അവൻ കാണുന്നത്. ഒരു നമക്കിയെ മാത്രം അതിലെ ജീവനോടെ എഴയുന്നത് കാണുമ്പോൾ അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയും എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ആ സയാനാണ് ഇത് ചെയ്തത്, അയാൾ ഞങ്ങൾ ഡ്രാഗൺ ബോൾ എടുത്തുകൊണ്ട് പോയെന്ന് അയാൾ പറയുമ്പോൾ പിന്നെ എന്തിനാണ് നീ ജീവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് ഓർലോൺ അയാളെ കൊന്നിട്ട് അവിടെ നിന്ന് പറന്നു പോവുകയാണ്. അതേസമയം 5 ഡ്രാഗൺ ബോളുകളുമായി സ്പേസ്ഷിപ്പിനുള്ളിൽ മേൽക്കൂരയുടെ മുകളിൽ കയറിയിരിക്കുന്ന ഫ്രീസറുടെ അടുത്തേക്ക് സർബോൺ കടന്നു വരികയും അകത്തേക്ക് കയറാൻ അനുവാദം ചോദിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് ഫ്രീസ നീ പോയ വഴിക്ക് വല്ല നമക്കിൻ ഗ്രാമങ്ങളും കണ്ടോ എന്ന് സർബോനോട് ചോദിക്കുമ്പോൾ ഞാൻ നമക്കിൻ ഗ്രാമങ്ങളൊന്നും കണ്ടില്ല, പക്ഷേ ആ വെജിറ്റനെ കണ്ടിരുന്നു, അവനെ ഞാൻ അടിച്ചുകൂട്ടി പപ്പടമാക്കി കൊല്ലാറാക്കി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. നീ രൂപമാറ്റം നടത്തിയിട്ടാണോ അവനോട് ഫൈറ്റ് ചെയ്ത്, അവൻ ചത്തുകാണോ അല്ലേ എന്നും പറഞ്ഞ് ഫ്രീസ ചിരിക്കുമ്പോൾ അവന്റെ അനക്കമൊന്നും പിന്നീട് ഞാൻ കണ്ടില്ല, പക്ഷെ അവൻ ജീവിച്ചിരിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് സർബോണും ചിരിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുന്ന ഫ്രീസ വളരെയധികം ദേഷ്യപ്പെടുക നീ 2 തെറ്റുകളാണ് ഇപ്പോൾ ചെയ്തത്. ഒന്ന് നീ അടിച്ചുകൂടി പപ്പടാക്കി വെള്ളത്തിലെറിഞ്ഞ് വെജിറ്റ ചത്തോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യേണ്ടതായിരുന്നു നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. മറ്റൊന്ന് എന്റെ അനുവാദമില്ല, നീ എന്തിനാണ് അവനെ കൊല്ലാൻ നോക്കിയത്, ഇനി അവനെങ്ങാനും ഒരു ഡ്രാഗൺ ബോൾ കണ്ടെത്തിയിട്ട് അത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അവനെ കൊന്നാൽ പിന്നെ നമ്മൾ എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്, നീ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണെന്നും പറഞ്ഞ് ഫ്രീസ അവനോട് ദേഷ്യപ്പെടുകയാണ്. അത് കേൾക്കുന്ന സർബം പേടിച്ചു വരക്കി എന്നോട് ക്ഷമിക്കൂ ഫ്രീസമ്മ, ഞാൻ ഉടനെ തന്നെ പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കരയുകയാണ്. അതേസമയം ഓടി അണച്ചുകൊണ്ട് ഓർലോണിടയ്ക്ക് കടന്നു വരികയും ഫ്രീസമ്മ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടെന്ന് ഫ്രീസയോട് പറയുന്നു. എന്താണെന്ന് ഫ്രീസ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ചപ്പുറത്തുള്ള ഒരു നമക്കിൻ ഗ്രാമം കണ്ടെത്തുകയുണ്ടായി, പക്ഷെ അവിടെ എല്ലാവരും ചത്തുകൂടി കിടക്കുകയായിരുന്നു, വെജിറ്റിയാണ് അവരെല്ലാം കൊന്ന് അവിടെ നിന്ന് ഡ്രാഗൺ ബോൾ എടുത്തുകൊണ്ട് പോയത്, ഞാനവിടെ അവശനായി കിടന്ന ഒരാളിൽ നിന്നാണ് അറിഞ്ഞത്, അവനെ ഞാൻ കൊന്നു കളഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. എന്റെ നീ അവിടെ മിച്ചമുണ്ടായിരുന്ന ദൃസാക്ഷിയെ കൂടെ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞ് ഫ്രീസ വളരെയധികം ദേഷ്യപ്പെടുകയും ഫ്രീസയുടെ കണ്ണിൽ നിന്ന് വരുന്ന മാരകമായ എനർജി അറ്റാക്ക് ഓറിയനെ കൊന്നു ഭസ്മമാക്കി കളയുകയും ചെയ്യുന്നു. ഫ്രീസ പറഞ്ഞതുപോലെ തന്നെ വെജിറ്റ ഡ്രാഗൺ ബോൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുന്ന സർബോണും ഭയന്ന് വിറയ്ക്കുകയാണ്. എന്നിട്ട് ദേഷ്യം ചേരാതെ ഫ്രീസ വെജിറ്റ ചത്തിട്ടുണ്ടെങ്കിൽ നീയും സ്വമേധയെ പോയി ചത്തോളുക, അല്ലെങ്കിൽ നിന്റെ മരണം വളരെ കൊടൂരമായിരിക്കും എന്ന് പറഞ്ഞ് സർബോൺ അവിടെ നിന്ന് ആട്ടിവിടുകയാണ്. ഈ സമയം അപ്പോളിയോ എന്നൊരു വേറെ ഒരു ഫ്രീസയുടെ അടിയിൽ ഓടിയാണെച്ച് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്തിനാണ് സാർ വിളിപ്പിച്ചതെന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും 5 ദിവസത്തിനുള്ളിൽ ജിയാനു സ്പെഷ്യൽ ഫോഴ്സിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണോ അതോ സ്കൗട്ടേഴ്സും കൊണ്ട് എന്നും പറഞ്ഞ് ഫ്രീസർ ഒരു ഉത്തരവ് അയാൾക്ക് കൊടുക്കുകയാണ്. ജിയാനു ഫോഴ്സ് എന്ന് കേൾക്കുന്ന സർപ്പം പേടിച്ച് വിറക്കി എന്തിനാണ് സാർ അവരോട് വരാൻ പറയുന്നത്, ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഞാൻ തന്നെ ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഫ്രീസയുടെ കാല് പിടിക്കുകയാണ്. കേൾക്കുന്ന ഫ്രീസ എന്റെ ആൾമനസ് പറയുന്നത് വളരെ വലിയൊരു അപകടം വരാൻ പോകുന്നതായിട്ടാണ്, എന്താണ് സാർ എന്നും പറഞ്ഞ് സർബോൺ ചോദിക്കുമ്പോൾ വളരെ ശക്തനായ ഒരു സയാൻ എന്റെ നേർക്ക് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അത് വെജിറ്റിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അവനല്ല, മറ്റു വളരെ ശക്തനായ ഒരു സയാൻ എന്നെ നോക്കി വരുന്നുണ്ട്, അവനോട് ചേർത്ത് നിൽക്കാൻ വേണ്ടി
വേണ്ടി എനിക്ക് ജിയാനി ഫോഴ്സിന്റെ സഹായം വേണമെന്ന് ഫ്രീസ പറയുകയാണ്. അത് കേൾക്കുന്ന സർബോൺ വെജിറ്റ അല്ലാതെ ഈ ലോകത്ത് അവശേഷിക്കുന്ന ഏക സയാൻ ഭൂമിയിൽ വസിക്കുന്ന വെജിറ്റേക്കാളും ശക്തി കുറഞ്ഞ സയാനും അവന്റെ മകനും മാത്രമാണ്. അവൻ വെജിറ്റേക്കാളും ശക്തി കുറഞ്ഞവനാണ്. അവൻ നമുക്ക് പറ്റിയ എതിരാളിയല്ലെന്നും പറഞ്ഞ് ഫ്രീസയോട് സർബോൺ പറയുമ്പോൾ എന്റെ തീരുമാനങ്ങൾ തെറ്റാണെന്ന് വാദിക്കാനാണ് നീ നോക്കുന്നത്. നീ വെറുതെ എന്നോട് തർക്കിച്ചാൽ നിന്റെ മരണമണി ഇപ്പോൾ തന്നെ അടിക്കും. നീ പെട്ടെന്ന് പോയി വെജിറ്റയെ കണ്ടുപിടിക്കാൻ നോക്കുന്നു പറഞ്ഞ് സർബോനെ ഫ്രീസ അവിടെ നിന്ന് തുരത്തുകയാണ്. പറന്നു പോകുന്ന വഴിയെ ജിയാനി ഫോഴ്സ് എന്നും പറഞ്ഞ് സർബോൺ പേടിക്കുമ്പോൾ സയാൻമാർക്ക് ജന്മസിദ്ധമായി മാരകമായ ഫൈറ്റിംഗ് പവേഴ്സ് ആണ് ഉള്ളത്. ഓരോ ഫൈറ്റിന് ശേഷം അവന്മാർ ശക്തി കൂടിക്കൂടി വരുന്നതാണ്. എന്റെ ശക്തിക്ക് മുന്നിൽ അവന്മാർ ഒരു വെല്ലുവിളിയേ അല്ല. എങ്കിൽ പോലും ഭാവിയെ മുൻകാണുമ്പോൾ അവന്മാർ ഒരു സൂപ്പർ സയാനുമായി മാറിയിട്ടുണ്ടെങ്കിൽ എനിക്കത് വളരെ വലിയൊരു ആപത്തുണ്ടാവും. അതുകൊണ്ട് ഈ സയാൻ വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നതാണ് എന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ നടപടി എന്നും പറഞ്ഞുകൊണ്ട് ഫ്രീസ തുറച്ചു നോക്കുമ്പോൾ ശരവേഗത്തിൽ ബഹിരാകാശത്തോടെ ഗോകുവിന്റെ സ്പേസ്ഷിപ്പ് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവശനായി ക്ഷീണിതനെ കിടന്നിറങ്ങിയിരുന്ന ഗോകു പെട്ടെന്ന് ഉറക്കമണിച്ച് എഴുന്നേൽക്കുകയും ക്ഷീണം പോയിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലോ എന്നും പറഞ്ഞ് പ്രയാസപ്പെട്ട് അവിടെ കിടക്കുകയും ചെയ്യുന്നു. അതേസമയം ജീവന് വേണ്ടി പോരാടുന്ന വെജിറ്റ നിലത്തുകൂടി എഴഞ്ഞെഴിഞ്ഞു വന്ന് ബോധം കെട്ട് തറയിലേക്ക് വീഴുകയാണ്. അന്തരീക്ഷത്തിൽ കൂടി വെജിറ്റയെ തപ്പി പാഞ്ഞു വന്ന് സർവ്വം കറക്റ്റ് അവിടേക്ക് വരികയും ജീവനോടെ അവിടെ കിടക്കുന്ന വെജിറ്റയെ കാണുകയും ചെയ്യുന്നു. എന്തോ ഭാഗ്യമുണ്ട്, ഇവൻ ഇത്രയും ചത്തിട്ടില്ല, അതുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വെജിറ്റേനെ പൊക്കിക്കൊണ്ട് അവൻ ഫ്രീസയുള്ള സ്ഥലത്തേക്ക് പറക്കുകയാണ്. അതേസമയം ബുൽമയും ഗുഹനുണ്ട സ്ഥലത്ത് ഗുഹൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ കഠിനവരിയ രീതിയിൽ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുഹയുടെ പുറത്തു നിന്ന്. അതേസമയം ഡ്രാഗൺ ബോൾ റഡാറിൽ ഒരു ഡ്രാഗൺ ബോൾ ഓടി വരുന്നതായി ബുൽമ കാണുകയും പെട്ടെന്ന് ഗുഹാനെ വിളിച്ചത് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നേർക്കണത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് ക്രില്യൻ ആയിരിക്കുമോ എന്ന് ഗുഹാനോട് ബുൽമ തിരക്കുമ്പോൾ ഉറപ്പായും അത് ക്രില്യൻ സാൻ തന്നെയായിരിക്കും. ഗ്രാൻഡ് അൾട്ടറിന്റെ ഡ്രാഗൺ ബോളും മേടിച്ചുകൊണ്ട് ക്രില്യൻ സാൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് ഗുഹാനും ചിരിച്ചുകൊണ്ട് പറയുന്നു. എന്നാൽ പെട്ടെന്ന് ബുൽമയുടെ ഡ്രാഗൺ ബോൾ റഡാറില്ല ഒറ്റ ഡ്രാഗൺ ബോൾ അല്ലാതെ ദുഷ്ടനായ ഫ്രീസ പൊക്കിക്കൊണ്ടുപോയ 5 ഡ്രാഗൺ ബോളുകളുടെ സിഗ്നലും കൂടി അത് കാണിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും വെജിറ്റ സയാൻമാരെ കൂട്ടക്കൊല ചെയ്ത ഗ്രാമത്തിന് മുകളിലേക്കാണ് ആ സിഗ്നൽ കാണിക്കുന്നതെന്ന് ഗുഹാൻ മനസ്സിലാക്കുകയും ചെയ്യും. അതെല്ലാം കണക്ട് ചെയ്ത് ബുദ്ധിപൂർവ്വം ആലോചിക്കുന്ന ബുൽമയും ഗുഹാനും കൂടി വെജിറ്റ ബുദ്ധിപൂർവ്വം ആ ഗ്രാമത്തിൽ നശിപ്പിച്ച് ഡ്രാഗൺ ബോൾ നേടിയെടുത്തുകൊണ്ട് അവിടെ തന്നെ തുളിപ്പിച്ച് വെച്ചിട്ട് മടങ്ങിയിട്ടുണ്ടാവും എന്നവർ മനസ്സിലാക്കുന്നു. അത് തിരിച്ചറിയുന്ന ഗുഹാൻ ബുൽമയുടെ ഡ്രാഗൺ ബോൾ റഡാർ മേടിച്ചുകൊണ്ട് ആ ഡ്രാഗൺ ബോൾ തിരക്കി ആ ദിശ നോക്കി പോവുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് സർബോൺ എടുത്തുകൊണ്ട് വന്ന് വെജിറ്റനെ അത്യാധുനികമായ ഒരു ഹീലിംഗ് ഫെസിലിറ്റിയുള്ള ദ്രാവകത്തിനുള്ളിൽ വെച്ചുകൊണ്ട് ഫ്രീസസ്വാമിയുടെ ഷിപ്പിൽ വെച്ച് വെജിറ്റയെ പഴയപടിയാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് സർബോൺ അവിടേക്ക് കടന്നു വരികയും ഇവനെ എത്രയും വേഗം തിരിച്ച് ശരിയാക്കി എടുക്കാൻ സാധിക്കുമോ എന്ന് അവിടുത്തെ അടിയാളിനോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവ മാരകമായ രീതിയിലുള്ള പരിക്കുകളാണ് ഇവ പറ്റിയിരിക്കുന്നത്. ഇവൻ റിക്കവർ ആകുമോ എന്നുള്ളതിന് സംശയമാണ്. അത് റിക്കവർ ആയാൽ തന്നെ ഇവന്റെ മെമ്മറി അല്ല ഇവന് ഉണ്ടായിരിക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് അയാൾ പറയുന്നു. ഇവന്റെ ഓർമ്മ തിരിച്ചിട്ടില്ലെങ്കിൽ അല്ല എന്റെ മരണത്തിന് തുല്യമാണെന്നും പറഞ്ഞ് സർബോൺ പേടിക്കുകയും ചെയ്യുന്നു. അതേസമയം മിന്നൽ വേഗത്തിൽ ഗുഹാൻ ഡ്രാഗൺ ബോൾ റഡാർ ഉപയോഗിച്ചുകൊണ്ട് വെജിറ്റ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഡ്രാഗൺ ബോൾ തിരക്കി മിന്നൽ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിച്ചമുള്ള ഒരു ഡ്രാഗൺ ബോളുമായി ക്രില്ലിനെ എവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും വെജിറ്റ ഹീലാവാൻ വേണ്ടി സർബോൺ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും 50 മടങ്ങ് അധികം ഗ്രാവിറ്റിയിൽ ഉത്സാഹത്തോടെ ഗോക്കു വേണ്ടി പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.